ലോക സിനിമയിൽ കാണിക്കുന്ന കഥാപാത്രങ്ങളുടെ റിയൽ സ്റ്റോറി എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. കടമറ്റത്ത് കത്തനാറിനെ കുറച്ച് സീനുകളിൽ മാത്രമേ സിനിമയിൽ കാണിച്ചിട്ടുള്ളൂ. ഈ ഒരു ക്യാരക്ടറിന് അടുത്തടുത്ത പാർട്ടുകളിൽ വലിയ റോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കടമറ്റത്ത് കത്തനാറിൻ്റെ റിയൽ സ്റ്റോറി എന്ന് നമുക്ക് നോക്കാം. തിരുവിതാംകൂറിലുള്ള കുന്നത്തുനാട് താലൂക്കിലെ കടമറ്റം എന്ന ദേശത്തെ നിർധരരായ ഉലഹന്നാൻ്റെയും ഏലിയാമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. യഥാർത്ഥ പേര് പൗലോസ് എന്നായിരുന്നു. പൗലോസിൻ്റെ മാതാപിതാക്കൾ മരിച്ചു പോവുകയും സഹോദരന്മാരാരും ഇല്ലാതെ വരികയും ചെയ്തതിനാൽ ചെറുപ്പത്തിൽ തന്നെ ഓർഫനായിട്ട് മാറിയ അദ്ദേഹത്തിനെ കടമറ്റം പള്ളിയിൽ അച്ഛൻ എടുത്തു വളർത്തി. അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം നൽകുകയും സുറിയാനി തുടങ്ങിയ ഭാഷകൾ പഠിപ്പിക്കുകയും ചെയ്തു. വൈദിക പാഠങ്ങളെല്ലാം അദ്ദേഹം സ്വയം പഠിക്കുകയും ചെയ്ത് 5-6 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു വൈദികൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും നല്ല അറിവുള്ളവനായിട്ട് മാറി. കത്തനാരച്ഛൻ അദ്ദേഹത്തെ ഒരു ഷമ്മാശനായി വാഴിച്ചു. ഒരിക്കൽ പൗലോസ് കാട്ടിൽ കന്നുകാലികളെ മേയ്ക്കാൻ പോയപ്പോൾ വഴി തെറ്റി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആദിവാസികളായ മലയരയന്മാർ അദ്ദേഹത്തെ പിടികൂടി. ആ അരയന്മാരുടെ തലവനായ മൂപ്പൻ, അല്ലെങ്കിൽ ലോക സിനിമയുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ മൂത്തോൻ, മലയരയന്മാരുടെ നേതാവായ മൂത്തോന് പൗലോസിനെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് ഒരുപാട് മാന്ത്രിക വിദ്യകൾ പഠിപ്പിക്കുകയും ചെയ്തു. 12 വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട പൗലോസ് കടമറ്റം പള്ളിയിൽ തിരിച്ചെത്തി. മാന്ത്രിക വിദ്യകളിൽ അഗാധമായ അറിവ് നേടിയ പൗലോസ് പിന്നീട് തൻ്റെ കഴിവുകൾ ജനങ്ങളുടെ നന്മയ്ക്കായി ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ വളരെ പ്രശസ്തനായി. പൗലോസ് ഒരു വൈദികനായതോടെയാണ് കത്തനാർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഒരുപാട് ശക്തികളുള്ള ഒരു അമാനുഷികനായിരുന്നു കടമറ്റത്ത് കത്തനാർ. അതായത് ഒരു സൂപ്പർ ഹീറോ തന്നെയായിരുന്നു. കടമറ്റത്ത് കത്തനാറിൻ്റെ ഐതിഹ്യം തന്നെ പല രീതിയിലും ആളുകൾ എഴുതിയിട്ടുണ്ട്. പൊതുവെ എല്ലാവരും കത്തനാറിനെ പറ്റി പറയുന്ന ഒരു മിത്താണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി അടുത്ത ക്യാരക്ടറിലേക്ക് പോവാം. കള്ളിയങ്കാട്ട് നീലി. പഴകന്നൂർ എന്ന ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന കാർവേണി എന്ന സുന്ദരിയായ ദേവദാസിയുടെ മകളായിരുന്നു അല്ലി. അവിടെയുള്ള ശിവക്ഷേത്രത്തിലെ പൂജാരിയുമായി പ്രണയത്തിലായ അല്ലി പിന്നീട് അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. എന്നാൽ പൂജാരി പണത്തിനു വേണ്ടി മാത്രം അവളെ വിവാഹം ചെയ്തതാണെന്ന് മനസ്സിലാക്കിയ കാർവേണി പൂജാരിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതോടെ അല്ലിയും പൂജാരിയോടൊപ്പം വീട് വിട്ടിറങ്ങി. യാത്രക്കിടയിൽ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി പൂജാരി അല്ലിയെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നു. ഇതറിഞ്ഞ അല്ലിയുടെ അനുജൻ അമ്പി ദുഃഖം സഹിക്കാനാവാതെ മരിച്ചു. പിന്നീട് അല്ലിയും അമ്പിയും പുനർജനിച്ച് നീലനും നീലിയുമായി ചോള രാജാവിൻ്റെ മക്കളായി ജനിച്ചു. രാജ്യം മുഴുവനും ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ രാജാവ് കുട്ടികളെ കാട്ടിൽ ഉപേക്ഷിച്ചു. നീലനും നീലിയും പഞ്ചവൻ കാട്ടിലെത്തി ഗ്രാമവാസികളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഗ്രാമവാസികൾ മാന്ത്രികനായ നാഗർകോവിലിലെ നമ്പിയെ വരുത്തി നീലിയെ തളച്ചു. എന്നാൽ നമ്പിയെ നീലി കൊലപ്പെടുത്തി. ഈ സമയം അല്ലിയുടെ ഭർത്താവായിരുന്ന പൂജാരിയുടെ പുനർജന്മമായ ആനന്ദൻ എന്ന വ്യാപാരി അതുവഴി വന്നു. നീലിയെ മനസ്സിലാക്കിയ ആനന്ദൻ ഗ്രാമവാസികളുടെ സഹായം തേടി. പക്ഷേ ഗ്രാമവാസികൾ ആനന്ദനെ വിശ്വസിക്കാതെ അയാളെ യക്ഷി ഉപദ്രവിച്ചാൽ തങ്ങൾ അഗ്നിപ്രവേശം ചെയ്യുമെന്ന് സത്യം ചെയ്തു. തുടർന്ന് രാത്രിയിൽ നീലി ആനന്ദനെ വധിച്ചു. ഇതറിഞ്ഞ ഗ്രാമത്തിലെ 70 പേര് വാക്കുപാലിച്ച് അഗ്നിപ്രവേശം ചെയ്തു. തൻ്റെയും സഹോദരൻ്റെയും മരണത്തിന് കാരണക്കാരായ എല്ലാവരെയും വധിച്ച് നീലി പിന്നീട് ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കൂടിയിരുന്ന് യക്ഷിയായി മാറി. പിന്നീട് കടമറ്റത്ത് കത്തനാർ നീലിയെ തളച്ചെന്നൊക്കെയാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഇനി ലോക സിനിമയിൽ വരുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് ചാത്തൻ. ചാത്തനായിട്ടാണ് എത്തുന്നതെങ്കിലും സിനിമയിൽ ടോവിനോയുടെ ക്യാരക്ടർ നെയിം മൈക്കിൾ എന്നാണ്. ഇനി ലോക സിനിമയിലെ പോസ്റ്റ് ക്രെഡിറ്റ് സീനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്നതൊക്കെ സ്പോയിലർ ആയിരിക്കും. അതുകൊണ്ട് സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ടോവിനോ തോമസിൻ്റെ മൈക്കിൾ പറയുന്നത് പോലെ, കാണാൻ എന്നെപ്പോലെ ഇരിക്കുന്ന 389 സഹോദരങ്ങൾ എനിക്കുണ്ടെന്ന് ചാത്തൻ അല്ലെങ്കിൽ മൈക്കിൾ എന്ന കഥാപാത്രം പറയുന്നുണ്ട്. മൈക്കിൾ എന്ന ക്യാരക്ടറും കൂടി കൂട്ടുമ്പോൾ 390 ചാത്തന്മാരുണ്ടാവും. ചാത്തന്മാർ 390 ഉണ്ടെന്ന് പറയുന്ന 2 സ്റ്റോറീസാണ് ഉള്ളത്. കുട്ടിച്ചാത്തൻ തെയ്യത്തിൻ്റെ ഐതിഹ്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഒരിക്കൽ പരമശിവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷമിട്ട് ഭൂമിയിലെത്തി. അവർക്ക് കറുത്ത രൂപത്തിലൊരു കുട്ടി ജനിച്ചു. അതാണ് കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തൻ അവർ കുട്ടികളില്ലാത്ത കാലക്കാട്ട് ഇല്ലത്തെ നമ്പൂതിരിക്ക് നൽകി. നമ്പൂതിരി കുട്ടിയെ പഠിപ്പിക്കാൻ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് അയച്ചു. എന്നാൽ ഗുരുവിനെ അനുസരിക്കാൻ കൂട്ടാക്കാതിരുന്ന കുട്ടിച്ചാത്തൻ ബ്രാഹ്മണ ആചാരങ്ങൾക്കെതിരായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അനുസരിക്കാത്തത് കൊണ്ട് ഗുരു കുട്ടിച്ചാത്തനെ ശകാരിക്കുകയും തല്ലുകയും ചെയ്തു. ഇതിൽ പ്രതികാരം തോന്നിയ ചാത്തൻ ഗുരുവിനെ കൊന്ന് അവിടം വിട്ടു. ഇതറിഞ്ഞ നമ്പൂതിരി വിശന്നു വന്ന കുട്ടിച്ചാത്തന് ഭക്ഷണം കൊടുക്കരുതെന്നും ഭാര്യയായ ആത്തോലമ്മയോട് പറഞ്ഞു. ചാത്തൻ വന്ന് പാല് ചോദിച്ചപ്പോൾ ആത്തോലമ്മ അത് നിഷേധിച്ചു. ദേഷ്യം വന്ന ചാത്തൻ ഒരു കാളയെ കൊന്ന് അതിൻ്റെ രക്തം കുടിച്ചു. ഇതിൽ ദേഷ്യം വന്ന നമ്പൂതിരി ചാത്തനെ വെട്ടിക്കൊന്നു. എന്നാൽ അവൻ വീണ്ടും ജനിച്ചു. തുടർന്ന് നമ്പൂതിരി ധാരാളം ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി ചാത്തനെ കൊന്ന് ശരീരം 390 കഷ്ണങ്ങളാക്കി 21 ഹോമകുണ്ഡങ്ങളിൽ ഇട്ട് ദഹിപ്പിച്ചു.
ആ ഹോമകുണ്ടങ്ങളിൽ നിന്നും പല ചാത്തന്മാരും ഉണ്ടായി. തീയിൽ വീണവൻ തീക്കുട്ടി എന്നും പാറയിൽ വീണവൻ പറക്കുട്ടി എന്നും കരിയിൽ വീണവൻ കരിക്കുട്ടി എന്നൊക്കെ പേരിൽ ചാത്തന്മാർ അറിയപ്പെട്ടു. വിഷ്ണുമായ ചാത്തന്റെ ഐതിഹ്യപ്രകാരം ചാത്തൻ മൃഗാസുരനുമായി യുദ്ധം ചെയ്തതിനിടയിൽ ചാത്തന്റെ കൈവിരൽ മുറിയുകയും ആ വിരലിൽ നിന്നും രക്തത്തുള്ളികൾ വീണ് 400 ചാത്തന്മാർ ഉണ്ടാവുകയും മൃഗാസുരൻ 10 ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ 10 ചാത്തന്മാർ ബ്രഹ്മാസ്ത്രം വിഴുങ്ങി മരിക്കുകയും ചെയ്തു. ബാക്കിയുള്ള 390 ചാത്തന്മാരും വിഷ്ണുമായ ചാത്തനും ചേർന്ന് യുദ്ധം ജയിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഐതിഹ്യങ്ങളിൽ നിന്നൊക്കെ റെഫറൻസുകളൊക്കെ എടുത്തുകൊണ്ടായിരിക്കാം ലോക ചാപ്റ്റർ 2-ൽ ചാത്തൻ്റെ ഒരു വേൾഡ് കാണിക്കാൻ പോകുന്നത്. എന്തായാലും ലോക സിനിമ കണ്ടവരൊന്നും ചാത്തനെ മറക്കില്ല. കാരണം അത്രയും കിടിലൻ പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിൽ ടൊവിനോ തോമസ് ചെയ്തു വെച്ചിട്ടുള്ളത്. അടുത്ത ക്യാരക്ടർ ഒടിയനാണ്. ദുൽഖറാണ് ലോക സിനിമയിൽ ഒടിയൻ ക്യാരക്ടറായിട്ട് എത്തുന്നത്. അതുപോലെ ദുൽഖറിൻ്റെ പേര് സിനിമയിൽ ചാർലി എന്നാണ്. ഒരു മോഡേൺ ഒടിയൻ അല്ലെങ്കിൽ നിഞ്ച ലുക്കിലുള്ള ഒടിയനെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിച്ചത്. ഇനി ഒടിയൻ്റെ മിത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒടിയന്മാർ ശരിക്കും കേരളത്തിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ്. ഏകദേശം 90കളിൽ വരെ ഈ ഒരു ഒടിയന്മാർ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. എന്നാൽ സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഇവരുടെ ഒരു ജോലിക്ക് തടസ്സമായിട്ട് മാറിയത്. അതിനുശേഷമാണ് ഒടിയന്മാർ കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമായത്. ഒടിയന്മാർ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളെ പേടിപ്പിക്കാനായി ഒരു മൃഗത്തിൻ്റെ രൂപത്തിൽ ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഒടിയന്മാരെ തിരിച്ചറിയാനുള്ള പ്രധാന വഴി എന്നത് ഒരു കാളയുടെ രൂപത്തിലാണ് വരുന്നതെങ്കിൽ ആ ഒരു കാളയ്ക്ക് ഒരു കൊമ്പുണ്ടാവില്ല. ഉദാഹരണത്തിന് ലോക സിനിമയിൽ ദുൽഖറിൻ്റെ ഒപ്പം ഒരു നായ വരുന്നുണ്ട്. ആ ഒരു നായയ്ക്ക് ഒരു കാലില്ലാത്തത് കാണാം. അപ്പോൾ അതൊരു ഒടിയൻ റെഫറൻസ് പോലെ വെച്ചതായിരിക്കാം. പിള്ള എണ്ണ എന്ന മാന്ത്രിക മഷി ചെവിയുടെ പിന്നിൽ തേച്ചാണ് ഒടിയന്മാർ രൂപമാറ്റം നടത്തിയിരുന്നത്. കന്യഗർഭം ധരിച്ച സ്ത്രീകളുടെ ഭ്രൂണമെടുത്ത് അവർ പ്രത്യേക രീതിയിൽ അതെടുത്ത് ഒരു എണ്ണയുണ്ടാക്കും. ആ ഒരു എണ്ണ ചെവിയിൽ തേച്ച് മന്ത്രം ചൊല്ലിയാണ് ഒടിയന്മാർ ഒടിവിദ്യ പ്രയോഗിക്കുന്നത്. ഒടിയന്മാർക്ക് ഒടിവിദ്യ ചെയ്യണമെങ്കിൽ ഇരുട്ട് വേണം. ഒടിയന്മാർ പല രൂപത്തിൽ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന പേടിയാണ് ഒടിയന്മാരുടെ ഏറ്റവും വലിയ ധൈര്യം. പറയന്മാരുടെ കുലദൈവമായ പറക്കുട്ടി എന്ന ദൈവമാണ് ഈ ഒരു ഒടിവിദ്യ ഇവർക്ക് പറഞ്ഞു കൊടുത്തത്. ഈ ഒരു ഒടിയന്മാർ ലോവർ കാസ്റ്റ് ആണല്ലോ, അപ്പർ കാസ്റ്റിലുള്ള ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒടിവിദ്യ പ്രയോഗിച്ചിരുന്നത്. പിന്നീട് ചില ആളുകൾ ഒടിയന്മാരെ വാടക ഗുണ്ടകളെ പോലെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക സിനിമയിൽ ഇനി പറയുന്നത് മാടനും മറുതയും പറ്റിയാണ്. തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ഒരു ദേവസങ്കല്പമാണ് മാടൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. പല കഥകളിലും വീരനും സമൂഹത്തിൻ്റെ സംരക്ഷകനുമായാണ് മാടനെ ചിത്രീകരിക്കുന്നത്. കന്നുകാലികളുടെ സംരക്ഷകനായും മാടനെ കണക്കാക്കാറുണ്ട്. മാടൻ്റെ ഇരിപ്പിടമായി കണക്കാക്കുന്നത് ഭീകരമായ പാലമരങ്ങളെയാണ്. ഈ മരങ്ങളിൽ മാടൻ്റെ സാന്നിധ്യം ഉണ്ടെന്നും രാത്രി കാലങ്ങളിൽ ഇതിനടുത്ത് പോകുന്നത് അപകടമാണെന്ന് വിശ്വസിച്ചിരുന്നു. മാടന് ഒരു വ്യക്തിയെ തൻ്റെ നിഴൽ ഉപയോഗിച്ച് പോലും കൊല്ലാൻ കഴിയുമെന്നും ഇരയുടെ നിഴലിന് മുകളിലൂടെ നടന്ന് അതിനെ തകർത്ത് രോഗിയാക്കുകയും കൊല്ലുകയും ചെയ്യുമെന്നും പറയപ്പെടുന്നു. ലോക സിനിമയിൽ മാടനായിട്ട് അടുത്ത പാർട്ടുകളിൽ സൗബിൻ ഷായറിനായിരിക്കാം സിനിമയുടെ ടീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മറുതയെ പ്രധാനമായും വസൂരി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട ദുർദേവതയായിട്ടാണ് കണക്കാക്കുന്നത്. മറുതയുടെ കോപമാണ് ഈ ഒരു രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലോക സിനിമയിൽ പറയുന്ന ഒടിയൻ, ചാത്തൻ എന്നിവരുടെ യഥാർത്ഥ ഐതിഹ്യങ്ങൾ. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാൻസ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ സിനിമ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.